എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 69, 70 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ 69ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 70ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും സുഹൃത്തുക്കളോട് കൂടിയിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് രാജ്യം ഭരിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യത്തിലേക്കും പോവാതെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് രാജ്യതന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. അടുത്തതായിട്ട് എന്താണ് സംഭവിച്ചത്? കംസൻ്റെ വധം കൊണ്ട് ചിലർക്കൊക്കെ ദേഷ്യം വന്നു എന്നുള്ളതാണ് പറയണത്. അതാരാണെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യം 69ാമത്തെ ശ്ലോകം നോക്കാം. അധസ്വജാമാതരമച്യുതേന നിശമ്യ കംസം ഹതമുഗ്രകോപ പുരീം ജരാസന്ധ ഇതി പ്രസിദ്ധോ രുരോധരാജ മഹതാബലേന. വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. പദച്ഛേദമൊക്കെ വളരെ കുറവേ ഉള്ളൂ. ശ്ലോകത്തിലെ വാക്കുകൾ നോക്കാം. അഥ സ്വജാമാതരം അച്യുതേന നിശമ്യ കംസം ഹതം ഉഗ്രകോപ പുരീം ജരാസന്ധ ഇതി പ്രസിദ്ധ രുരോധ രാജ മഹതാ ബലേന. ചെറിയ ചെറിയ വാക്കുകൾ ധാരാളമുണ്ട്. ഇവിടെ പറയാണ് അഥ അനന്തരം. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ കൂടി കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കെ അനന്തരം ഉഗ്രകോപ ജരാസന്ധ ഇതി പ്രസിദ്ധ. ഉഗ്രകോപത്തോടു കൂടിയവനായ, വളരെയധികം ദുഷ്ടനാണ്, അതേപോലെ തന്നെ മുൻചുണ്ടിക്കാരനുമാണ്, അങ്ങനെയുള്ളൊരു രാജാവ്. ആ രാജാവിൻ്റെ പേരാണ് ജരാസന്ധൻ എന്ന്. ജരാസന്ധൻ എന്ന പ്രസിദ്ധനായ ആ ഒരു രാജാവ്, അയാൾ എന്താണ് കേട്ടത്? അച്യുതേന ഹതം സ്വജാമാതരം കംസം നിശമ്യ. അച്യുതേന, അച്യുതൻ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണേന അച്യുതേന ശ്രീകൃഷ്ണേന, അതായത് ശ്രീകൃഷ്ണനാൽ, ഹതം കൊല്ലപ്പെട്ടു. ആര്? സ്വജാമാതരം കംസം, തൻ്റെ ജാമാതാവായിട്ടുള്ള കംസൻ. ജാമാതാവ് എന്ന് പറഞ്ഞാൽ പുത്രിയുടെ ഭർത്താവ്, പുത്രിമാരുടെ ഭർത്താവ്, അതാണ് ജാമാതാവ്. അപ്പോൾ ജരാസന്ധൻ്റെ പുത്രിമാർ 2 പേരുണ്ടായിരുന്നു, അസ്ഥിയും പ്രാപ്തിയും. അവരെ 2 പേരെയും വിവാഹം കഴിച്ചിരിക്കുന്നത് കംസനാണ്. ആ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തയച്ചതായിരുന്നു ജരാസന്ധൻ തൻ്റെ കയ്യിലുള്ളതായിരുന്ന വലിയ ആനകളിലൊന്നായിട്ടുള്ള കുവലയാപീഠത്തിന്. ആ ആനയെയും കൊന്നു, തൻ്റെ മക്കളെ കല്യാണം കഴിച്ച ജാമാതാവായിട്ടുള്ള കംസനെയും കൊന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ജരാസന്ധന് നിസ്സാര കോപമൊന്നുമല്ല വന്നത്. അതാണ് പറയണത് ഉഗ്രകോപ. ദേഷ്യം വന്നു ഭവിച്ചവനായ, അത്യന്തം ക്രുദ്ധനായ ആ ജരാസന്ധൻ അറിഞ്ഞു തൻ്റെ പുത്രിമാരുടെ ഭർത്താവിനെ ആരാണ് കൊന്നത്? അച്യുതേന ഹതം, അച്യുതനാൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. അച്യുതേന ഹതം സ്വജാമാതരം കംസം നിശമ്യ. തൻ്റെ ജാമാതാവായിട്ടുള്ള കംസൻ അച്യുതനാൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ട്, നിശമ്യ കേട്ടിട്ട്, മഹതാബലേന പുരീം രുരോധ. മഹതാബലേന, ബലമെന്ന് പറഞ്ഞാൽ ശക്തി എന്നല്ല, ഇവിടെ അർത്ഥം സൈന്യം എന്നാണ്. വലിയൊരു സൈന്യത്തെയും കൂട്ടി വന്നിട്ട് പുരീം, പുരത്തിനെ, ഏതായിരുന്നു പുരി? മധുരാപുരി. മധുരാപുരിയെ രുരോധ തടഞ്ഞു. അതായത് കംസൻ കൊല്ലപ്പെട്ടു, ശ്രീകൃഷ്ണനാണ് കംസനെ കൊന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കംസൻ്റെ, അതായത് തൻ്റെ ജാമാതാവിൻ്റെ ഘാതകനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് കരുതിയിട്ട് ജരാസന്ധൻ ഈ കംസൻ്റെ രാജധാനി ഇപ്പോൾ കൊണ്ടു നടക്കുന്നവരായ യാദവന്മാരെ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനെ വധിക്കാൻ വേണ്ടിയിട്ട് ആ നഗരത്തിന് ചുറ്റും സൈന്യത്തെ വിന്യസിച്ചു എന്നാണ് പറയണത്. ആക്രമിക്കാൻ വേണ്ടിയിട്ട്, യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് ജരാസന്ധൻ മഗധ രാജധാനിയിൽ നിന്ന്, മഗധയായിരുന്നു ജരാസന്ധൻ്റെ രാജ്യം, അവിടെ നിന്ന് മധുരയിലേക്ക് വന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ ആ ജരാസന്ധൻ്റെ ആക്രമണത്തെ പറ്റി ഒന്നുകൂടി വിസ്തരിച്ച് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. 70ാമത്തെ ശ്ലോകം നോക്കൂ. മഹീഭുജാം തദ്ഭുജ സംശ്രയാണാം ഹസ്ത്യശ്വപാദാതരഥോത്ഥിതേന മഹീയസാ ഭൂരജസൈവ തസ്യ ഖാദംബുരഃ പൂരിതകൽപ്പമാസീത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം.
മഹീഭുജാം തദ്ഭുജസംശ്രയാണാം ഹസ്ത്യശ്വപാദാത രഥോത്ഥിതേന മഹീയസ ഭൂരജസ ഏവ തസ്യാഹ ഘാതം പുരഃ പൂരിതകൽപ്പം ആസീത്. ശ്ലോകത്തിൽ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു തെറ്റുണ്ട്. പാദാത രഥോത്ഥിതേന എന്നുള്ളതിൽ രഥം എന്നുള്ളതിന് ഥ എന്നുള്ളത് ഇതിൽ നാലാമത്തെ ധായാണ് എഴുതിയിരിക്കുന്നത്. അതല്ല രണ്ടാമത് എഴുതുന്ന താ ഥ എന്നുള്ളതാണ് എഴുതേണ്ടത്. അതുപോലെ ഉത്ഥിതേന എന്നുള്ള ദിക്കിലും താ കഴിഞ്ഞിട്ടാണ് ഥ വരേണ്ടത്. അതിവിടെ താ കഴിഞ്ഞിട്ട് ധ ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനൊരു അക്ഷരമില്ല. അപ്പോൾ ഥ എന്ന് രണ്ടാമത്തെ ധ വരേണ്ടിടത്തൊക്കെ നാലാമത്തെ അക്ഷരം കൊണ്ട് ചെറിയ അക്ഷരപ്പിശക് വന്നിട്ടുണ്ട് ശ്ലോകത്തിൽ. മലയാളത്തിലത് ശരിയാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ അന്വയവും അർത്ഥവും. തദ്ഭുജസംശ്രയാണാം മഹീഭുജാം ഹസ്ത്യശ്വപാദാതരഥോത്ഥിതേന. തദ്ഭുജസംശ്രയാണാം മഹീഭുജാം. തദ്ഭുജം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുന്ന രാജാവ് ജരാസന്ധനാണ്. ജരാസന്ധൻ്റെ ആശ്രയത്തിൽ, ജരാസന്ധനെ ആശ്രയിച്ചു നിൽക്കുന്നവരായിട്ടുള്ള, അതാണ് തദ്ഭുജ സംശ്രയാണം. ഭുജം എന്നുള്ളത് കൊണ്ട് കയ്യൂക്ക്, ശക്തി. അപ്പോൾ അവരവർക്ക് കഴിവുകളില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതായത് ബലമില്ല, സൈന്യമില്ല, വലിപ്പമില്ല രാജ്യത്തിന്, അങ്ങനെയുള്ളവരൊക്കെ ഏതെങ്കിലും വലിയ രാജാക്കന്മാരുടെ കൂടെ നിൽക്കും. അതാണ് ഇവിടെ പറയണത്. അങ്ങനെയുള്ള സാമന്ത രാജാക്കന്മാർ. തദ്ഭുജ സംശ്രയാണം, ജരാസന്ധനെ ആശ്രയിച്ച് കഴിയുന്നവരായ മഹീഭുജാം രാജാക്കന്മാരുടെ ഹസ്തി അശ്വ പാദാത രഥ ഉത്ഥിതേന മഹീയസ ഭൂരജസ. 4 തരത്തിലുള്ള ചതുരംഗ പടയെ പറ്റിയിട്ടാണ് പറയണത്. ഹസ്തി, അശ്വം, പാദാതി, രഥം. പാദാത രഥം അങ്ങനെയും പറയാം. അപ്പോൾ ഇവിടെ ഹസ്തി എന്ന് പറഞ്ഞാൽ ആനയാണ്, അശ്വം കുതിര, പാദാതി അല്ലെങ്കിൽ പാദാത എന്ന് പറഞ്ഞാൽ കാലാൾപ്പട, നടന്ന് സൈന്യം നിലത്ത് കൂടെ നടന്ന് യുദ്ധം ചെയ്യുന്നവർ. അടുത്തത് രഥം, കുതിരയെ കെട്ടിയിട്ടുള്ള 4 7 ഒക്കെ കുതിരകളെ കെട്ടിയിട്ടുള്ളതായ രഥം, രഥത്തിലിരുന്നു കൊണ്ട് ആക്രമിക്കും. അങ്ങനെ ഈ 4 അംഗങ്ങളാണ് ഒരു ഉള്ളത് എന്നുള്ളത് കൊണ്ട് ചതുരംഗം എന്നതിനെ പറയാറുണ്ട്. അപ്പോൾ ഈ ചതുരംഗ പടകൾ തന്നെ അവ കുറേ ഉണ്ട്. ജരാസന്ധനെ അല്ലെങ്കിൽ മഗധ രാജ്യത്തെ, അതൊരു വലിയ രാജ്യമാണ്, അതിനെ ആശ്രയിച്ച് കഴിയുന്ന അനവധി രാജാക്കന്മാർ. അതാണ് തദ്ഭുജ സംശ്രയാണാം മഹീഭുജാം. അവരുടെ ആനകൾ, കുതിരകൾ, കാലാൾപ്പടകൾ, അതുപോലെ തന്നെ രഥങ്ങൾ, അവരുടെ. അപ്പോൾ ഈ വലിയൊരു സൈന്യം, ആ സൈന്യം വന്നു ചേർന്നത് കൊണ്ട് പൊങ്ങിപ്പറന്നതായ, അതാണ് ഉത്ഥിതേന, പൊങ്ങിപ്പറന്നതായ മഹീയസ ഭൂരജസ, വളരെ അധികമുള്ളതായ, പൊങ്ങിപ്പറന്നിട്ട് അപ്പുറം അപ്പുറം നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് കട്ടിയുള്ളതായ, ഉയർന്നു പൊങ്ങുന്നതായ ഭൂരജസ, ഈ പൊടി. ഈ സൈന്യങ്ങൾ ഇങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് പൊടിക്കാറ്റ് അങ്ങോട്ട് ഉയർന്നു പൊന്താൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ സൈന്യത്തിൻ്റെ യാത്ര കൊണ്ട്, സഞ്ചാരം കൊണ്ട് ഉയർന്നു പൊങ്ങിയതായ ഈ പൊടി കൊണ്ട്, ഈ മണ്ണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതായ പൊടി, ആ പൊടി കാരണം ഭൂരജസായേവ തസ്യാഹ പുരഃ, ആ പുരത്തിൻ്റെ, തസ്യാഹ പുരഃ എന്നുള്ളത്, പുരഃ എന്നുള്ളത് ഏകവചന രൂപമല്ല, ഷഷ്ഠി ഏകവചനമാണ്. പുരൗ പുരഃ എന്നുള്ള ഊകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ ഷഷ്ഠി ഏകവചനമാണ് പുരഃ. തസ്യാഹ പുരഃ, ആ പുരത്തിൻ്റെ ഘാതം. ഘാതം എന്ന് പറഞ്ഞാൽ ട്രഞ്ചുകൾ എന്നൊക്കെ പറയാം. ഒരു രാജ്യത്തിന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പറയുക, ട്രഞ്ചുകൾ ഉണ്ടാക്കും. ചുറ്റും വലിയ വലിയ ദുർഗങ്ങളെന്ന് വെച്ചാൽ അത് കടന്ന് ഇറങ്ങി താഴേക്ക് ഇറങ്ങി കയറി വരിക എന്ന് പറഞ്ഞാൽ പണിയാവും. പ്രത്യേകിച്ച് യാന, കുതിര തുടങ്ങിയിട്ടുള്ളതിനൊന്നും ഈ ട്രഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ രാജ്യത്തിന് സംരക്ഷണം കൊടുക്കുന്നതിന് പല ഉപാധികളും രാജാക്കന്മാർ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ വലിയ മലകളാവും, ചിലപ്പോൾ ജലാശയങ്ങളാവും, ചിലപ്പോൾ കാടാവും, ചിലപ്പോൾ ഇതുപോലെയുള്ളതായ വലിയ എന്താ പറയുക കുഴികൾ, ട്രഞ്ചുകൾ, അതിനെയൊക്കെ ദുർഗങ്ങൾ എന്നാ പറയുക. അപ്പോൾ ഈ ദുർഗങ്ങൾ, ഘാതങ്ങൾ, വലിയ കനാലുകൾ പോലെ വലിയ ചാലുകൾ രാജ്യത്തിന് ചുറ്റും കീറിയിട്ടിട്ടുണ്ടാവും. ആ ചാലുകളിലൊക്കെ എന്തു സംഭവിച്ചു? ഈ പറഞ്ഞ പൊടി,
ഹസ്തികൾ, ആന, കുതിര, രഥം, കാലാളുകളൊക്കെ വന്ന് തമ്പടിച്ചത് കൊണ്ട് പൊന്തിപ്പറന്നതായ പൊടി ഈ ട്രഞ്ചുകളിൽ തോടുപോലെ ചുറ്റും കീറിയിട്ടിരിക്കുന്നതായ ഈ കുഴികളിൽ വന്ന് നിറഞ്ഞു. അതാണ് ഘാതം പൂരിതകൽപ്പം. ഈ പൊടി വന്നിട്ട് വെള്ളമില്ലാതെ തന്നെ ഈ കനാലുകൾ നിറഞ്ഞതുപോലെ തോന്നി, പൊടി കൊണ്ട് നിറഞ്ഞതുപോലെയായി എന്നാണ് പറയണത്. പൂരിതകൽപ്പം എന്ന് പറഞ്ഞാൽ നിറഞ്ഞതുപോലെ, പൊടി വന്ന് ഈ വലിയ എന്താ പറയുക തോടുകൾ നിറഞ്ഞതുപോലെയായി തീർന്നു. അത്രയ്ക്ക് പൊടി വന്നടിഞ്ഞു. അത്രയ്ക്ക് പൊടി വന്നടിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൈന്യങ്ങൾ അവിടെ ആ മധുര രാജധാനിക്ക് ചുറ്റും വന്ന് നിരന്നു എന്നർത്ഥം. അവരുടെ പൊടി കൊണ്ട് ഈ തോടുകളൊക്കെ നികന്നതുപോലെയായി എന്നാണ് കവി വർണ്ണിക്കുന്നത്. അതിശയോക്തിയുണ്ട്. ഒപ്പം തന്നെ അതായത് മഗധയുടെ അല്ലെങ്കിൽ ജരാസന്ധൻ്റെ സൈന്യബലമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവരവരുടെ രാജ്യത്തിൻ്റെ ഉണ്ടാവാം, മഗധയെ ആശ്രയിച്ച് നിൽക്കുന്ന രാജാക്കന്മാരുടെ സൈന്യവും ഒപ്പം വന്നിരുന്നു എന്നർത്ഥം. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അധസ്വജാമാതരമച്യുതേന നിശമ്യ കംസം ഹതമുഗ്രകോപ പുരീം ജരാസന്ധ ഇതി പ്രസിദ്ധോ രുരോധ രാജാ മഹതാബലേന മഹീഭുജാം തദ്ഭുജ സംശ്രയാണാം ഹസ്ത്യശ്വപാദാതരഥോത്ഥിതേന മഹീയസാ ഭൂരജസൈവ തസ്യാ ഘാതംപുര പൂരിതകൽപ്പമാസീത്. ഇനി അടുത്തതായിട്ട് ജരാസന്ധൻ്റെ ആക്രമണങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിക്കാൻ പോണത്. സുന്ദരമായിട്ടുള്ള വീരരസപ്രധാനങ്ങളായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.